ഇന്ന് ക്ലബ് ഓഫ് 94.3 എന്റെ കൂടെ ട്രിവാൻഡ്രത്ത് 2 കിടിലം പാട്ടുകാരാണ്. പാട്ടുകാർ മാത്രമല്ല, അവരെ കുറെ പരിപാടിയുണ്ട്. ഹായ്, ദിസ് ഈസ് മഹീന്ദ് and this is Samudra. We are music producers. Singers ആണ്. അതെ. വെൽക്കം ടു ക്ലബ് ഓഫ്. രണ്ടുപേരും ഒരേ ഫീൽഡ് അല്ലേ, അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ട് ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും. ഏതൊരു സോങ് ചെയ്താലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം ചോദിക്കും. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഈ സോങ് അങ്ങനെ ചെയ്താൽ അടിപൊളിയാവും, ഇങ്ങനെ ചെയ്താൽ അടിപൊളിയാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഉണ്ട്. അത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള സ്പേസ് എനിക്കുണ്ട്. അതിലാണ് എനിക്ക് തോന്നുന്നത് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. അവള് പറയുന്ന ഓപ്ഷൻ എനിക്ക് ഓക്കെ അല്ലെന്ന് തോന്നുന്നു, ഞാൻ അപ്പം തന്നെ പറയും അത് പോരാ, ഓക്കെ നമുക്ക് അടുത്ത തിങ്ക് ചെയ്യാം എന്ന് പറയും. എനിക്ക് അതിൽ ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ടുണ്ട്. ആ ഒരു സാധനം അവള് പറയുന്ന സംഭവം ഓക്കെയാണ്, അല്ലെങ്കിൽ അത് ഓക്കെ അല്ലാന്ന് ഞാൻ പറഞ്ഞാലും അത് മനസ്സിലാക്കാനുള്ള ഒരു സംഭവം കാണിക്കുന്നുണ്ട്. സോ തിരിച്ചും അങ്ങനെ തന്നെ. ഓക്കെ, അടിപൊളി. അപ്പൊ അതാണ് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുവന്നത് അല്ലേ? ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നത്. കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ അവർ രണ്ടുപേരും കൂടെ തന്നെ ചേർന്ന് ഒരു പാട്ട് സെറ്റ് ചെയ്യുക, ലിറിക്സ് എഴുതുക, എല്ലാം കംപ്ലീറ്റ്ലി ചെയ്യുക. അതെന്തായിരുന്നു ഈ മാംഗല്യത്തിന്റെ ഒരു സ്റ്റോറി? ലിറിക്സും അതിന്റെ കമ്പോസിഷൻ, അതിന്റെ മ്യൂസിക് പ്രൊഡക്ഷൻ, എവറിത്തിങ് അത് നമ്മളാ ചെയ്തേ. സോങ്ങിന്റെ പേര് മാംഗല്യം. നമ്മൾ മീറ്റ് ചെയ്ത് തൊട്ട് നമ്മളെ മാരേജ് വരെ എല്ലാ കാര്യങ്ങളും ആ സോങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ലിറിക്സിൽ വന്നിട്ടുള്ളത്. അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സോങ് ആണ് ഞങ്ങളുടെ സ്വന്തം മാംഗല്യം. നിങ്ങളുടെ ലവ് മാരേജ് ആണ്. അപ്പൊ കല്യാണത്തിന് മുമ്പ് ശേഷവും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. 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 എന്താ സംഭവം? അതായത് നമ്മള് നല്ല ഫ്രണ്ട്സ് ആണ്. അപ്പൊ അന്നത്തെ ആ ഒരു ബോണ്ട് തന്നെ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ചേഞ്ച് ഒന്നും ഇല്ല. വലിയ ചേഞ്ച് എന്നല്ല, ഒരു ചേഞ്ചും ഇല്ല. ഈ 3 കൊല്ലം കൊണ്ടേ സെയിം പോലെ തന്നെയാണ് സ്റ്റിൽ ചോദിക്കും, അതായത് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കൊരു ഡൗട്ടാണ്. സത്യം, ഒരു മാറ്റവും തോന്നുന്നില്ല. അത് മുന്നേ എങ്ങനെയാണോ അതിന് ശേഷവും അതിനിടയ്ക്ക് ഒരു ഡേ ഉണ്ടായി, നമ്മൾ ഒരുമിച്ച് ഒരു സെറമണി ഉണ്ടായി, താലി കെട്ടി. ആ ഒരു ഡേ മാത്രം ഫോട്ടോ എടുത്ത് നോക്കും. മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു തരും. കിടക്കിന് ചോദിക്കും എന്താ പരിപാടി, കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ, കൺവിൻസ്ഡ്. അതാണ് ഓക്കെ. ഇരു കൈകൾ കോർത്തെന്നും അരികിലെ നാം ഇന്നും ഒന്നാകവേ, പൊൻതിങ്കൾ പൂക്കുന്നിതായി രാവിൽ, ഇരു തോളോട് തോൾ ചേർന്നിരുന്നു നാം ഏത സ്വപ്നങ്ങളും കാതങ്ങൾ താണ്ടാനൊരുങ്ങി നേരം.